Good evening friends, welcome back to our YouTube channel Cascade of Maths. So, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് UP Maths ക്വിസിൻ്റെ പാർട്ട് 2 സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലും അതുപോലെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വെറുതെ വീഡിയോ മാത്രം കാണരുത്, ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പോകുക. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോയാലോ. സോ കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുക 5000 ആണ് എങ്കിൽ കർണത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇസ് 5000. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ് എന്നതാണ് ചോദ്യം. എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, ABC എന്നൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതാണ് റൈറ്റ് ആംഗിൾ. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഏറ്റവും നീളം കൂടിയ സൈഡ് അല്ലെങ്കിൽ 90 ഡിഗ്രീസ് ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. ഈ AC ആണ് ഹൈപ്പോട്ടന്യൂസ്. ഇതിന് ഞാൻ C എന്ന് കൊടുക്കുകയും ഈ ABയും BCയുമാണ് ഇവരുടെ ഈ ട്രയാങ്കിളിൻ്റെ ലംബവശം അഥവാ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്ന ഈ ABയും BCയുമാണ്. ഇതിന് ഞാൻ A എന്നും B എന്നും പേര് കൊടുത്തു. ഓക്കെ, നമുക്കറിയാം എന്താണ് റൈറ്റ് ട്രയാങ്കിളിൽ വെച്ചിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? പൈതഗോറസ് തിയറം അല്ലേ. എന്താണ്? A² + B², രണ്ട് ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഹൈപ്പോട്ടന്യൂസ്, അതായത് കർണത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും അല്ലേ. A² + B² = C² എന്ന് പറയുന്ന ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ചോദ്യം നോക്കിക്കേ. മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുക 5000 ആണ്. ലംബവശം എന്ന് പറയുമ്പോൾ ABയും BCയും ഇവരുടെ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സ്ക്വയറിന്റെ സമ്മ് 5000 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് A² + B² എന്ന് പറയുന്നത് 5000 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആരെയാണ് കാണേണ്ടത്? കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് ആണ് കാണാനുള്ള. ഹൈപ്പോട്ടന്യൂസ് C ആണ് കാണാനുള്ള. ഈ A² + B² സിക്കും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. എന്താണ്? A² + B² എന്ന് പറയുന്നത് C² ആണ്. അപ്പോൾ എനിക്ക് A² + B² പകരം C² = 5000 എന്ന് എഴുതാമല്ലോ. C² = 5000 എന്ന് എഴുതി. നമുക്ക് കാണാനുള്ളത് C ആണ്. C² 5000 ആണെങ്കിൽ C എന്ന് പറയുന്നത് √5000 അല്ലേ കൂട്ടുകാരെ? √5000 ആണ്. നമുക്ക് ഒറ്റയടിക്ക് √5000 ഒന്നും കാണാം, നമ്മൾ കാണാതെ റൂട്ട് പഠിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? ഈ 5000നെ ഞാൻ എന്ത് ചെയ്യാണ്? √50 × 100 എന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. 50 × 100 5000 ആണ്. ഇങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്തു? ഈ 50നെ എന്ത് ചെയ്തു? ഒന്നുകൂടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുക. 25 × 2 × 100 എന്ന് 25 × 2 × 100 എന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പം നോക്കിക്കേ, ഇതിൽ 25ഉം 100നും ഉള്ള സ്ക്വയർ റൂട്ട് നമുക്കറിയാം. 25ന്റെ സ്ക്വയർ റൂട്ട് 5ഉം 100ന്റെ സ്ക്വയർ റൂട്ട് 10ഉം. അപ്പം എനിക്കിതിനെ രണ്ടിനെയും 25നെയും 100നെയും എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ടിന് പുറത്തെടുക്കാമല്ലോ. പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 5 × 10 √2 എന്ന് വരും. √2ന്റെ റൂട്ട് നമുക്ക് അറിയത്തില്ല അല്ലേ, പോയിന്റ് വാല്യൂ ആണ് അതിന് വരുന്നത്. സോ 5 × 10 √2 എന്ന് എഴുതും. 5 × 10 50 √2. അപ്പോൾ നമ്മുടെ C അതായത് കർണത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50 √2 ആണ്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ആദ്യത്തെ ചോദ്യം മനസ്സിലായല്ലോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക 5050 ആണ് എങ്കിൽ 1 - 1 + 2 - 1 + 3 - 1 + എക്സെട്ര + 100 - 1 എത്ര എന്നാണ് ചോദ്യം. അപ്പം എന്താണ്? ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 5050. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 + 2 + 3 + എക്സെട്ര + 100 അല്ലേ. അപ്പോൾ 1 തൊട്ട് 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 5050 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? 1 - 1 + 2 - 1 അല്ലേ. 1 - 1 + 2 - 1 + 3 - 1 + എക്സെട്ര +100 - 1 എത്ര എന്നല്ലേ കണ്ടുപിടിക്കാനുള്ള. നിങ്ങൾ ഇതൊന്ന് കുറച്ചിട്ടൊന്ന് ഇതിൻ്റെ ഫോം എഴുതിയ 1 - 1 0 +2 - 1 1 +3 - 1 2 + എക്സെട്ര
പ്ലസ് 100 മൈനസ് 1 99. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള. ഇനി ഈ രണ്ട് പേരെയും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഒന്ന് ആദ്യത്തേതെന്ന് പറയുന്നത് 1 + 2 + 3 തൊട്ട് 100 വരെയും, രണ്ടാമത്തത് എന്താണ് 0 നിങ്ങൾ കണക്ക്, നമ്മൾ ഏതൊരു സംഖ്യയുടെ കൂടെ 0 കൂട്ടിയാലും ആ സംഖ്യയാണ്. അപ്പോൾ 0 നോക്കാണ്ട് നോക്കിയോ. 1 + 2 + എത്ര വരെ 99 വരെ. ആദ്യത്തത് 100 വരെയും രണ്ടാമത് 99 വരെ. അപ്പോൾ ഇവരുടെ സമ്മ് കാണാൻ എളുപ്പമല്ലേ. ഈ 100 വരെയുള്ള സമ്മിൽ നിന്ന് ആ ഒരു 100 നമ്മളങ്ങ് കുറച്ചാൽ പോരെ. അപ്പോൾ 1 തൊട്ട് 99 വരെയുള്ള സം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്നിരിക്കുന്ന 5050 ഇത് 1 തൊട്ട് 100 വരെയുള്ളതിൻ്റെ തുക. ഇതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, 100 കുറച്ചാൽ മതി. കാര്യം ഇവിടെ 100 ഇല്ല, ഇവിടെ 99 വരെ ഉള്ളൂ. 100 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 0 5 49. അപ്പം എത്ര കിട്ടി, 4950 എന്ന് കിട്ടി. അപ്പോൾ എന്താണ് 0 + 1 + 2 + എക്സെട്ര പ്ലസ് 99 വരെ ഉള്ളതിൻ്റെ തുക എന്ന് പറയുന്നത് 4950 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ കൂട്ടുകാരെ? രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു ക്രിക്കറ്റർ 200 റൺ സ്കോർ ചെയ്തു. ഇതിൽ 16 ഫോറുകളും 6 സിക്സുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഓടിയെടുത്ത റൺസ് ആകെ റൺസിന്റെ എത്ര ശതമാനം എന്നതാണ് ചോദ്യം. A batsman scored 200 runs which include 16 boundaries and 6 sixes. What percentage of his total score did he make by running between the wickets? അപ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് അറിയാം അല്ലേ? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 16 നമ്മുടെ ബുക്ക് ഇത് എഴുതിയിരിക്കുന്നിടത്ത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ പേപ്പറിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 16 ബൗണ്ടറീസ് അല്ലേ, 16 ബൗണ്ടറീസും 6 സിക്സസും ആണ് എന്ത് ചെയ്തത്, ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്തതും. ടോട്ടൽ സ്കോർ ബാറ്റിങ്ങും പ്ലസ് റണ്ണിങ്ങും കൂടെ ചേർത്ത് 200 ആണ് കിട്ടിയത്. 16 ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് 4 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ 16 ബൗണ്ടറി എന്ന് പറയുന്നത് 16 × 4 16 × 4 64. സോ ബൗണ്ടറി വെച്ച് മാത്രം കിട്ടിയത് 64 സ്കോറാണ്. ഇനി 6 സിക്സും എടുത്തു. 6 സിക്സ് എന്ന് പറയുമ്പോൾ സിക്സസ് ആണ്, 6. അപ്പോൾ 6 × 6 36 സിക്സും 36 സ്കോറും എന്ത് ചെയ്തു, 6ൽ നിന്ന് കിട്ടി. സോ 64 സ്കോർ ബൗണ്ടറിയിൽ നിന്നും കിട്ടി, 36 സ്കോർ 6ൽ നിന്നും കിട്ടി. അപ്പോൾ ഇവർ മാത്രമായിട്ടല്ലേ 16 ബൗണ്ടറീസ് പ്ലസ് 6 സിക്സസിൻ്റെ സ്കോർ മാത്രമായിട്ട് എത്രയാണ് നമുക്ക് കിട്ടിയത്, 64 + 36 എത്ര വന്നു, 100 വന്നു. അപ്പോൾ ബൗണ്ടറിയും 6ഉം കൂടെ കൂട്ടി 100 സ്കോറാണ് നമ്മുടെ ക്രിക്കറ്റർ എടുത്തത്. അതിലും അല്ലേ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 200. ഇനി റൺസ് മാത്രമായിട്ട് എത്രയാണ് എടുത്തത്, അതായത് റണ്ണിങ്ങിലൂടെ വിക്കറ്റിന്റെ ബിറ്റ്വീൻ ഓടി റൺ എടുത്തത് എത്രയാണ്, 200ൽ നിന്ന് 100 കുറച്ചാൽ പോരെ. കാര്യം ടോട്ടൽ റൺസ് എന്ന് ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് റൺസും ഈ ബൗണ്ടറീസും സിക്സസും കൂടെ കൂട്ടിയ സ്കോർ അല്ലേ. അപ്പോൾ റൺസ് എടുത്തത് 100 - 100 100 റൺസാണ് ഇയാൾ എടുത്തത്. അപ്പോൾ ഈ 100 റൺസിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്നാണ് നമ്മൾ കാണാനുള്ളത്. ഏത് വെച്ചിട്ട്, ടോട്ടൽ സ്കോർ വെച്ചിട്ട്. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് = 100 റൺസ് ബൈ ടോട്ടൽ സ്കോർ 200 × 100 ചെയ്താൽ മതി. 100 കൊണ്ട് ക്യാൻസൽ ചെയ്യപ്പോൾ 2, 100/2 50%. അപ്പോൾ ടോട്ടൽ സ്കോറിൻ്റെ 50% നമ്മുടെ ബാറ്റ്സ്മാൻ എന്ത് ചെയ്തത്, റൺസിലൂടെ നേടിയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ്, മൂന്നാമത്തെ ചോദ്യവും ക്ലിയർ ആയി. നിങ്ങൾ എന്താണ് ചെയ്ത് തന്നെ നോക്കുക, വെറുതെ വീഡിയോ കണ്ട് കളയരുത്. ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ പോവുക. അപ്പോഴേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം നോക്കിയേ. 1/219 - 1/220 ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യും, ഈ 2/19ൻ്റെയും 2/20ൻ്റെയും എന്ത് ചെയ്യും, LCM എടുക്കും. LCM എടുക്കുന്ന സിമ്പിളാണ്. തന്നിരിക്കുന്ന രണ്ടെണ്ണത്തിൽ
ബേസ് സെയിം ആണെങ്കിൽ രണ്ടു പേർക്കും ബേസ് 2ആണ്. സോ ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പോണൻസ് നോക്കുക, പവേഴ്സ് അല്ലേ, ഈ പവേഴ്സ് നോക്കുക. ഒന്നിന് 2⁻19, ഒന്നിന് 2⁻20 അല്ലേ. അപ്പൊ പവേഴ്സ് നോക്കിയാലോ, പവർ കൂടുതൽ ആർക്കാണ്, 2⁻20-നാണ്. സോ പവർ കൂടിയ ആളായിരിക്കും നമ്മുടെ LCM. അപ്പോൾ 2⁻20 നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇനി സുഖമായിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഇനി ഇതെങ്ങനെ ചെയ്യും, LCM 2⁻20 അല്ലേ. ഇനി 2⁻20 ആണെങ്കിൽ എന്ത് ചെയ്യും, 2⁻20/2⁻20 അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, 2⁻20 മൈനസ് 2⁻19, 2⁻1 മൈനസ് 2⁻20/20, 2⁻20/20 1 ബൈ 2⁻20, 2 മൈനസ് 1 1, അപ്പോൾ 1/20 1/220 എന്ത്, നമ്മുടെ ആൻസർ. എത്രയാണ്, 1/220. LCM എടുക്കുന്നത് എങ്ങനെയാണ്, പവർ ആർക്കാണോ കൂടുതൽ അയാളുടെ ആയിരിക്കും നമ്മൾ LCM എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം നോക്കിയേ. ത്രികോണം ABC-യുടെ 2 വശങ്ങൾ തുല്യമാണ്. AB = 6 സെന്റിമീറ്റർ, AC = 2 സെന്റിമീറ്റർ. ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദ്യം. In a triangle ABC, 2 sides are equal. AB = 6 cm and AC is equal to 2 cm. What is its perimeter? അപ്പോൾ എന്താണ്, ഒരു ട്രയാങ്കിൾ അല്ലേ. ആ ട്രയാങ്കിൾ എന്താണ്, ABC. ഒരു സൈഡ് 6 സെന്റിമീറ്ററും ഒരു സൈഡ് 2 സെന്റിമീറ്ററും. ഈ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 6 ആവാം അല്ലെങ്കിൽ 2 ആവാം അല്ലേ. എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 6, 2, 6 ആകാം, അല്ലെങ്കിൽ 6, 2, 2 ആകാം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് വരുന്നത്. നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ഷൻ ആകണമെങ്കിൽ അതിലെ ചെറിയ 2 സൈഡുകളുടെ തുക എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനേക്കാളും വലുതായിരിക്കണം. നിങ്ങൾ ഇത് നോക്കിയാൽ 6ഉം 2ഉം 2ഉം എടുത്ത് ചെറിയ സൈഡുകൾ 2ഉം 2ഉം ആണ്. 2 + 2 4ആണ്. 4 ഒരിക്കലും 6നേക്കാളും വലുതല്ല. സോ എന്താണ്, ഈ ഒരു ചാൻസ് നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി മുകളിലത്തെ നോക്കിയാൽ 6ഉം 2ഉം 6ഉം. ഇതെന്ന് പറയുന്നത് 6ഉം 2ഉം ആണ്. 6 + 2 8. 8 എന്ന് പറയുന്നത് 6നേക്കാളും മൂന്നാമത്തെ സൈഡിനേക്കാളും വലുതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂ. ഇനി പെരിമീറ്റർ കാണാൻ എളുപ്പമല്ലേ. പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി, സൈഡ് കൂട്ടിയാൽ പോരെ. 6 + 2, അതായത് 12 + 2 14 സെന്റിമീറ്റർ ആണ് എന്ത്, നമ്മുടെ ട്രയാങ്കിൾ ABC-യുടെ പെരിമീറ്റർ, അതായത് ചുറ്റളവ്. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ നമ്മുടെ 6ാമത്തെ ചോദ്യം നോക്കിക്കേ. 2, 3, 5, 7 ഇവ ഉപയോഗിച്ച് വ്യത്യസ്ത അക്കങ്ങളുള്ള എത്ര 4 അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം? How many 4-digit even numbers with the different digits can be formed using 2, 3, 5 and 7 എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം എന്താണ്, ഒരു ഈവൻ നമ്പർ എന്താണ്, അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എപ്പോഴും എന്തായിരിക്കും, 0, 2, 4, 6, 8 എന്നീ സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഒരു ഈവൻ നമ്പറിൻ്റെ അവസാനം. നമുക്കതറിയാമല്ലോ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് 2, 3, 5, 7 ആണ്. ഇത് വെച്ചിട്ട് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാണ്ട് ഒരു 4-digit സംഖ്യ ഉണ്ടാക്കുക, 4-digit നമ്പേഴ്സ് ഉണ്ടാക്കണം. അതൊരു ഈവൻ നമ്പറും ആയിരിക്കണം. അത് എത്ര നമ്പേഴ്സ് നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 4 ഡിജിറ്റാണ് വരുന്നത് അല്ലേ. 1, 2, 3, 4. ഈ 4 ഡിജിറ്റിൽ 4ാമത്തെ ഡിജിറ്റ് എന്തായാലും 2 ആയിരിക്കും. കാര്യം നമുക്ക് തന്നിരിക്കുന്നതിൽ ആകെ ഒരു ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 4 എണ്ണം ഉള്ളതിൽ ഒരു 2നെ ഞാൻ എന്തായത് യൂണിറ്റ് പ്ലേസിൽ കീപ്പ് ചെയ്തു. നമ്മൾ ഈ 4 നമ്പേഴ്സ് വെച്ച് നമ്മളിനി എത്ര നമ്പേഴ്സ് 4-digit നമ്പർ പ്രിപ്പയർ ചെയ്താൽ അതിൻ്റെ എല്ലാ യൂണിറ്റ് പ്ലേസിൽ 2 ആയിരിക്കും. കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈവൻ നമ്പേഴ്സും ആണ്. സോ ഈവൻ നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുള്ളതിൽ ആകെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് 2 വരുള്ളൂ. സോ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന 4-digitലും ഈ ഒരു 4 അക്കം വെച്ച് ചെയ്യുന്നതിലും 2 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ 2 പോയി. ഇനി നമുക്കുള്ളത് thousands പ്ലേസ് ഉണ്ട്, ഹൺഡ്രഡ്സ് ഉണ്ട്, ടെൻസും ഉണ്ടല്ലേ. ഇനി നിങ്ങൾ നോക്കിക്കോ, 1000ൻ്റെ സ്ഥാനത്ത് തൗസൻഡ്സിൻ്റെ പ്ലേസിൽ
ഞാൻ എന്ത് ചെയ്തു, ഇനി ബാക്കിയുള്ള നമ്പേഴ്സിൽ ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ്. ബാക്കിയുള്ളതിന് എത്ര പേരുണ്ട്? 3 ചാൻസസ് എനിക്ക് 1000-ന് കൊടുക്കാൻ പറ്റും അല്ലേ? എത്ര ചാൻസ് കൊടുക്കാൻ പറ്റും? നമുക്ക് 4 ഡിജിറ്റാണ് തന്നിരിക്കുന്നതിൽ അതിൽ ഒരു ഡിജിറ്റ് ഞാൻ യൂണിറ്റ് പ്ലേസിൽ പെർമനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ബാക്കി 3 നമ്പേഴ്സ് 3 ഡിജിറ്റ്സ് ആണുള്ളത്. ഈ 3 ഡിജിറ്റും എനിക്ക് എന്ത് ചെയ്യാം? 1000-ൽ മാറി മാറി കൊടുക്കാം. അപ്പം 1000-ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ചാൻസ് എന്ന് പറയുന്നത് 3 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ 1000-നുള്ള ചാൻസ് 3 ചാൻസ് ആണ്. ഇനി 1000-ന് ഞാൻ അതിൽ നിന്ന് ഒരു 4 ഡിജിറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യപ്പോൾ 1000-ന് ഞാൻ ഒരെണ്ണം കൊടുത്തു. ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 എണ്ണം ഉണ്ടായിരുന്നു, അതിലൊന്ന് 1000-ന് ഞാൻ കൊടുത്തു. ബാക്കി എനിക്ക് 100s-ലോട്ട് കൊടുക്കാൻ എത്ര പേര് കാണും? എത്ര പേര് എനിക്ക് 100s-ലോട്ട് കൊടുക്കാൻ കാണും? 2 പേരല്ലേ കാണുള്ളൂ. 1000-നും ഞാൻ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 100-ന് കൊടുക്കാൻ 2 പേരെ കാണുള്ളൂ. അപ്പോൾ 100-ന്റെ ചാൻസ് എന്ന് പറയുന്നത് 2 ആണ്. 100-ന്റെ ചാൻസ് 2. അങ്ങനെ ഞാൻ 100-ന് ഒരു വാല്യൂ കൊടുത്തു. 100-ന് ഒരു വാല്യൂ കൊടുത്തപ്പോൾ ബാക്കി എത്ര പേരുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പോൾ 10s-ന് ആ ഒരാളെ ഞാൻ കൊടുത്തു. ഇത് എന്താണ്? ഇതാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിജിറ്റ്സ് ഫോം ചെയ്യുന്നത്. 1000-ന് എനിക്ക് 3 ചാൻസ് കൊടുക്കാൻ പറ്റും. ഒരാളെ ഞാൻ 1000-ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 100s-ന് 2 ചാൻസേ ഉള്ളൂ. 100-ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ 10s-ന് 1 ചാൻസേ ഉള്ളൂ. നമ്മൾ ഫോം ചെയ്യുന്നത് ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 2 ആയിരിക്കും. അപ്പം നമുക്ക് എന്താണ്? നമ്പർ ഓഫ് 4 ഡിജിറ്റ്സ് എന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് 3 × 2 × 1 ആണ്. 3 × 2 × 1 6. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന 2, 3, 5, 7 വെച്ച് ടോട്ടൽ 6 4 ഡിജിറ്റുള്ള ഈവൻ നമ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ 7ാമത്തെ ചോദ്യം നോക്കിയേ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണല്ലോ. ഒരു ഘനമീറ്റർ എത്ര ഘന സെന്റിമീറ്റർ ആണ് എന്നാണ് ചോദ്യം. 1 meter is equal to 100 centimeter. How many cubic centimeter is 1 cubic meter? അപ്പോൾ ഘന മീറ്റർ എന്ന് പറയുന്നത് ക്യൂബിക് മീറ്ററും ഘന സെന്റിമീറ്റർ എന്ന് പറയുന്നത് ക്യൂബിക് സെന്റിമീറ്ററുമാണ്. എന്താണ്? നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ക്യൂബ് അല്ലേ? ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ ക്യൂബ് അല്ലേ എന്ന് പറയുമ്പോൾ 100 × 100 എന്തായിരിക്കും? സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും ആണല്ലോ. ഇനി നിങ്ങൾ നോക്കി എത്ര പൂജ്യം ഉണ്ടോ നോക്കിയോ. 1 2 2 4 6. എങ്ങനെ? 1 കഴിഞ്ഞിട്ട് നമുക്ക് 6 പൂജ്യം ഉണ്ട് അല്ലേ? നമ്മൾ എണ്ണ നോക്കപ്പോൾ 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 10 ലക്ഷം സെന്റിമീറ്റർ ക്യൂബാണ്. അഥവാ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 10⁻⁶ സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ നമ്മുടെ 8ാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന് ആരത്തിനേക്കാൾ 10 സെന്റിമീറ്റർ കൂടുതലാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 8ാമത്തെ ചോദ്യം. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന് ആരത്തിനേക്കാൾ 10 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. വൃത്തത്തിന്റെ ആരം എത്ര? The diameter of a circle is 10 centimeter more than the radius. What is the radius എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സർക്കിള്. ഓക്കെ, ഞാൻ വള വെച്ചൊരു സർക്കിൾ വരച്ചു. ഇതാണ് നമ്മുടെ സർക്കിൾ. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോഴാണ് ഡയമീറ്റർ. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ചോദ്യത്തിൽ റേഡിയസിനേക്കാൾ 10 കൂടുതലാണ് അല്ലെ? 10 സെന്റിമീറ്റർ കൂടുതലാണ്. റേഡിയസിനേക്കാൾ 10 സെന്റിമീറ്റർ കൂടുതലാണ് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ്? റേഡിയസ് ഡയമീറ്ററിന്റെ ഇരട്ടിയാണ് അല്ലേ? അപ്പോൾ റേഡിയസിനേക്കാൾ 10 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ കൂടുതലെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? റേഡിയസും 10 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം റേഡിയസ് എത്രയാണ്? 10 സെന്റിമീറ്റർ. നമ്മുടെ അടുത്ത ചോദ്യം നോക്കി. 9ാമത്തെ ചോദ്യം. 2 സമചതുരങ്ങളുടെ പരപ്പളവുകൾ 4:9 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ചുറ്റളവുകളുടെ അംശബന്ധം എന്താണ്?
ഏരിയ ഓഫ് ടു സ്ക്വയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 4:9. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദർ പെരിമീറ്റർ? ഇപ്പം ഏരിയ ആണല്ലേ. ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണല്ലേ. എ സ്ക്വയർ ആണ് ഏരിയ. പെരിമീറ്റർ ആണെങ്കിലോ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4a ആണല്ലേ. അപ്പോൾ ഏരിയകൾ തമ്മിലുള്ള അംശബന്ധം 4:9. അപ്പം ഞാൻ അതിന് എങ്ങനെ കൊടുക്കും? ഏരിയ 1:, ഏരിയ 2 എന്ന് കൊടുത്തു. എന്ന് പറയുന്നത് എത്രയാണ്? 4:9 ആണ്. 4:9 ആണ് ഏരിയ തമ്മിലുള്ള അംശബന്ധം. ഒരു സ്ക്വയറിൻ്റെ സൈഡ് ഓഫ് സ്ക്വയർ എന്ന് പറയുന്നതോ? സൈഡ് ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എ ആണല്ലേ. സ്ക്വയറിന് 4 സൈഡിനും ഒരേ അളവായതുകൊണ്ട് സ്ക്വയറിൻ്റെ സൈഡ് എ ആണ്. അപ്പോൾ ഇത് എന്താണ്? ഏരിയയുടെ 2 സ്ക്വയറുകളുടെ ഏരിയയുടെ അംശബന്ധം റേഷ്യോ ആണ്. ഇനി ഞാൻ സൈഡുകളുടെ റേഷ്യോ എടുത്താലോ? A1:A2. ഇത് സൈഡാണ്. A1:A2 എന്ന് സൈഡുകളുടെ റേഷ്യോ എടുത്താൽ എന്ത് ചെയ്യും ഞാൻ? ഇവരുടെ റൂട്ടല്ലേ. കാര്യം ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അപ്പോൾ സൈഡ് എടുക്കുമ്പോൾ റൂട്ട് എടുക്കും. അതായത് √4:9 എന്ന് പറയുന്നത് എത്രയാണ്? 2:3. അപ്പോൾ സൈഡുകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 2:3 ആണ് അല്ലേ. ഇനി പെരിമീറ്ററിൻ്റെ അംശബന്ധം എടുക്കുമ്പോഴോ? P1:P2 എന്ന് ഞാൻ എടുത്തു. പെരിമീറ്റർ അറിയാം നമുക്ക് 4a ആണ്. അതായത് 4a1:4a2 അല്ലേ. അതായത് 4:2:4:3. ഈ 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എന്ത് വരും? 2:3 എന്ന് വരും. അപ്പോൾ പെരിമീറ്ററിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് 2:3 ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം നോക്കിയേ. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ചോദ്യമാണ്. ലാസ്റ്റ് ചോദ്യം നോക്കിയേ. ഈ ശ്രേണി നിങ്ങൾ ആദ്യം നോക്കുക. 1 = 1, 1 + 3 = 4, 1 + 3 + 5 = 9. ഇതെന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഒരു ഫോമാണ്, ശ്രേണിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ സംഖ്യാക്രമം ശ്രദ്ധിക്കൂ. 2000-ൽ കുറവായ എല്ലാ ഒറ്റ സംഖ്യകളുടെയും തുക എത്രയാണ്? വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 2000 എന്നാണ് ചോദ്യം. നമുക്കറിയാം നമ്മൾ 1 തൊട്ട് 1000 വരെയുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒറ്റ സംഖ്യ 500 ആണ്. അതായത് നമ്മൾ എത്ര നമ്പേഴ്സാണ് എടുക്കുന്നത് അതിൻ്റെ നേർപകുതി അതിൽ ഓഡ് നമ്പേഴ്സ് കാണും. അപ്പോൾ 1 തൊട്ട് 2000 വരെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ എത്ര ഓഡ് നമ്പേഴ്സ് കാണും? നേർപകുതി 1000 ഓഡ് നമ്പേഴ്സ് കാണും അല്ലേ. 1 തൊട്ട് 1000 വരെ 500 ആണെങ്കിൽ 1 തൊട്ട് 2000 വരെ 1000 ഓഡ് നമ്പേഴ്സ് കാണും. ഓഡ് നമ്പേഴ്സിൻ്റെ തുടർച്ചയായ ഓഡ് നമ്പേഴ്സിൻ്റെ തുക എന്ന് പറയുന്നത് n² ആണ്. എന്താണ് n² എന്ന് പറയുമ്പോൾ 1000 സ്ക്വയർ. ഈ 1000 സ്ക്വയറിന് എങ്ങനെ എഴുതാം? എനിക്ക് 1000 സ്ക്വയറിന് എങ്ങനെ എഴുതാം? നമുക്ക് 1000 സ്ക്വയറിന് 1000 × 1000 എന്ന് എഴുതാം. ഓക്കെ, 1000 സ്ക്വയറിന് ഞാൻ 1000 എന്ന് എഴുതാം. അതായത് ഇവിടെ 3 ഇവിടെ 3 1000. അപ്പോൾ 6 0 നമുക്ക് വരണം അല്ലേ. 6 0 വരണം. അതായത് 1 2 3 4 5 6 ആണല്ലോ. നോക്കിയേ, 1 പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6 0 കൂടെ വരും. ഇതാണ് എന്ത്? n² എന്ന് പറഞ്ഞാൽ തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ തുക. ഇതിനെ എനിക്കിനി എങ്ങനെ എഴുതാം? 10⁻6 എന്ന് എഴുതിക്കൂടെ? ഇതിനെ എനിക്ക് 10⁻6 എന്ന് എഴുതാം. അപ്പോൾ എന്താണ്? 1 മുതൽ 2000 വരെയുള്ള സംഖ്യകളിലെ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 10⁻6 ആണ്, അല്ലെങ്കിൽ 10 ലക്ഷം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തേത് UP ക്വിസ് മാത്സ് ക്വിസിൻ്റെ 2ാമത്തെ വീഡിയോസ് ആണ്. ആദ്യത്തെ വീഡിയോയിൽ ഇതുപോലൊരു 10 ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ 2ാമത്തെ വീഡിയോയിൽ ഞാനൊരു 10 ചോദ്യം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് തീരുന്നില്ല. ഇനിയും UP ക്വിസസ് മാത്സ് ക്വിസ് ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഓക്കെ ആണല്ലോ. സോ അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ, ബൈ ബൈ.